ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 3ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ അഹ്കാമു തജ്വീദിലെ അദ്ദറസു സാദിസ് 6ാമത്തെ പാഠവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. അഹ്കാമു നൂനി സാക്കിനത്തി വ തൻവീൻ. സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും വിധികളാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇപ്പോൾ സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും വിധികൾ. അപ്പോൾ ഇവിടെ കുറച്ച് സൂറത്തുകളിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഫാത്തിഹ, ഇഖ്ലാസ്, സൽസാല, ആഷിയ, അലക്ക്, ഹുമസ. ഈ സൂറത്തു നിന്നൊക്കെ കുറച്ച് ആയത്തുകളാണ്. അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ കുറച്ച് വരയിട്ട ഭാഗങ്ങളുണ്ട്, മനസ്സിലാക്കാം. അപ്പോൾ അവിടെയൊക്കെ വന്ന കാര്യങ്ങൾ എന്താണെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ പാഠത്തെ നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ അടിവരയിട്ട പദത്തിൽ അൻ അംത എന്നിടത്തൊരു നൂനുണ്ട്, സുക്കൂനുള്ള നൂന്. അങ്ങനെ വരുന്ന നൂനിനാണ് സാക്കിനായ നൂന് എന്ന് പറയുക. സുക്കൂനുള്ള നൂന്. പിന്നെ ഇവിടെ ഈ നൂന് ഹർക്കത്തുകളൊന്നും ഇല്ലാത്ത നൂന്. ഈ രണ്ട് നൂനിനും സാക്കിനായ നൂന് എന്നാണ് പറയുക. ഇത് ഇല്ലാത്ത നൂനും സാക്കിനായ നൂന് തന്നെയാണ്. അങ്ങനെ സുക്കൂനുള്ള നൂന് തന്നെയാണ്, ഹർക്കത്ത് ഇല്ലാത്ത നൂനുകളും. അപ്പോൾ അത് മനസ്സിലാക്കാം. അപ്പോൾ ഈ നൂനിന് ശേഷം വന്ന അക്ഷരം ഇവിടെ ഐനാണ്. നൂനിന് ശേഷം ഐന് വന്നു. അങ്ങനെ സാക്കിനായ നൂനിന് ശേഷം വരുന്ന അക്ഷരങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇവിടെ പറഞ്ഞ തൻവീനാണ്. അക്ഷരങ്ങൾക്ക് ഫതഹ തൻവീൻ, ലൊമ്മ തൻവീൻ, കസറ തൻവീൻ ഇങ്ങനെ വരാം. ഫതഹ തൻവീൻ, കസറ തൻവീൻ, ലൊമ്മ തൻവീൻ. ഇവിടെ ഫതഹ തൻവീൻ വന്നു, ഇവിടെ ലൊമ്മ തൻവീൻ വന്നു, ഇവിടെ കസറ തൻവീൻ വന്നു. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ ആ തൻവീനുകൾക്ക് ശേഷം ഫതഹ തൻവീൻ, കസറ തൻവീൻ, ലൊമ്മ തൻവീൻ, അതിനു ശേഷം വരുന്ന അക്ഷരം ശ്രദ്ധിക്കുക. അപ്പോൾ ഫതഹ തൻവീനുകൾക്ക് എല്ലായിടത്തും ഇതുപോലൊരു അലിഫ് വരാം. അത് വരും, ഇവിടെയൊക്കെ കണ്ടില്ല. ഇനി അത് എല്ലായിടത്തും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ഫതഹ തൻവീനുകൾക്കും കസറ തൻവീനുകൾക്കും ലൊമ്മ തൻവീനുകൾക്കും ശേഷം വരുന്ന അക്ഷരം ഏതാണെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഇവിടെ വന്നത് അലിഫ്, അംസ, ഹ, ഫതഹ ആണ്. അപ്പോൾ ഇത് നമ്മൾ അംസയായിട്ടാണ് പറയുക. ആ എന്നുള്ളത് അംസയായിട്ടാണ് പറയുക. അപ്പോൾ തൻവീൻ്റെ ശേഷം ഇവിടെ അംസയാണ് വന്നത്. നോക്കുക, ഇവിടെയോ ഇവിടെ നൂനിന് ശേഷം നമ്മൾ പറഞ്ഞ നൂനിന് ശേഷം യാ ആണ് വന്നത്. യാ. ഇവിടെ വന്നത് തൻവീനിന് ശേഷം നൂനാണ് വന്നത്. ഇവിടെ നൂനിന് ശേഷം റാ ആണ് വന്നത്. ഇവിടെ തൻവീനിന് ശേഷം ലാമാണ് വന്നത്. ഇവിടെയും തൻവീനിന് ശേഷം ലാമാണ് വന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് ഇവിടെ താഴെ വന്നതൊന്നും കൂടി നോക്കാം. അപ്പോൾ ഇതിൽ ഇവിടെ തൻവീനുകൾക്ക് ശേഷം ലാമ് വന്നിട്ടുണ്ട്. പിന്നെയോ ഇവിടെ നൂനിന് ശേഷം സായി വന്നിട്ടുണ്ട്. ഇവിടെയും സായി വന്നിട്ടുണ്ട്. അപ്പോൾ സാക്കിനായ നൂനും തൻവീനും മനസ്സിലാക്കാം. പിന്നെ നൂനിന് ശേഷം ഇവിടെ ബാ ആണ് വന്നത്. അംബിയ എന്നാണ്. അപ്പോൾ നൂനിന് ശേഷം ബാ, സാക്കിനായ നൂനിന് ശേഷം ബാ ആണ് വന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സ്ഥലത്ത്, നൂനിൻ്റെ ശേഷം ബാ വരുന്ന സ്ഥലത്ത് ഇവിടെ ഇങ്ങനെ ഒരു മീമ് മേലെ ഇടാം. അതെന്താ വെച്ചാൽ ഈ നൂനിനെ മീമാക്കി ഉന്നത്ത് ചെയ്യണം എന്നാണ്, മനസ്സിലാക്കുക. അപ്പോൾ അവിടെ നമ്മൾ പാരായണത്തിൽ അംബിയ അപ്പോൾ അവിടെ ഒരു മീമായിട്ട് വരുന്നുണ്ട് നൂന്. അംബിയ അങ്ങനെയാണ് പറയുക. അപ്പോൾ അതുപോലെ തന്നെയാണ് തൻവീനിന് ശേഷവും ബാ വന്നാൽ അവിടെയും തൻവീനുകളിലെ ഒരു ഫതഹക്ക് പകരം അവിടെയും ഇതുപോലെ. അപ്പോൾ അതിനെയും മീമാക്കിയിട്ടാണ്, തൻവീനെയും മീമാക്കിയിട്ടാണ് അവിടെ നമ്മൾ ഉന്നത്ത് ചെയ്ത് ഉച്ചരിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. സമീഉം ബസീർ. ഐനിന് ഇവിടെ ലൊമ്മ തൻവീനാണ്, ഒന്നുള്ള സമീഉൻ. അപ്പോൾ അതിൽ ഒരു ലൊമ്മക്ക് പകരം മീമാണ് ഇവിടെ ഇട്ടത്. അപ്പോൾ ഈ തൻവീനിനെ നമ്മൾ മീമാക്കി
ഉന്നത്ത് ചെയ്യണം. മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ സമീഉം ബസീർ എന്ന് പറയുമ്പോൾ ഒരു മീമ് വരുന്നുണ്ട്. മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെ എന്താണെന്നാണ് ഇനി മനസ്സിലാക്കേണ്ടത്. അപ്പം നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷം വരുന്ന അക്ഷരങ്ങളെ മനസ്സിലാക്കിയാലാണ് നമുക്ക് അവിടെ വരുന്ന വിധികൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. മനസ്സിലാക്കുക. ഇവിടെ മുൻഫക്കീൻ നൂന് ശേഷം ഫാ വന്നു. മനസ്സിലാക്കുക. ഇവിടെ തൻവീന് ശേഷം കാഫ് വന്നു. അപ്പോൾ തൻവീന് നൂന് ഇത് നന്നായി മനസ്സിലാക്കുക. എന്നിട്ട് അതിൻ്റെ ശേഷം വരുന്ന അക്ഷരങ്ങളും ഇതുപോലെ മനസ്സിലാക്കാൻ കഴിയണം. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ്, മുകളിലെ ആയത്തുകളിലെ സുക്കൂനുള്ള നൂനിനെയും തൻവീനിനെയും അവിടെയെല്ലാം വ്യത്യസ്ത രൂപത്തിലാണല്ലോ നാം ഓതിയത്. അപ്പം നമ്മൾ പറഞ്ഞു, മുകളിൽ കൊടുത്ത സുക്കൂനുള്ള നൂനിനെയും തൻവീനിനെയും. അപ്പോൾ സുക്കൂനില്ലാത്ത നൂന് നമ്മൾ കണ്ടു. അപ്പോൾ അതും എന്താണ്, സുക്കൂനുള്ള നൂന് തന്നെയാണ്. ഹർക്കത്തുകൾ ഇല്ലെങ്കിൽ അവിടെ സുക്കൂനുള്ള ഒരു അക്ഷരമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനസ്സിലാക്കുക. അപ്പോൾ മുകളിലെ ആയത്തുകളിൽ സുക്കൂനുള്ള നൂനിനെയും തൻവീനെയും അവിടെ വ്യത്യസ്തമായ രൂപത്തിലാണ് നാം ഓതിയത്. അപ്പോൾ സുക്കൂനുള്ള നൂനിനും തൻവീനും 5 നിയമങ്ങളുണ്ട്. 5 രീതിയിലാണ് അവിടെ നമ്മൾ ഓതുക, നൂനിനെയും തൻവീനെയും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ആ 5 നിയമങ്ങളാണ്. ഒന്ന് ഇൽഹാർ, അതായത് വ്യക്തമാക്കിയിട്ടാണ് അവിടെ ഓതുക. വ്യക്തമാക്കുക, ഇൽഹാർ വ്യക്തമാക്കുക. ഇദ്ഗാമും ബിഉന്ന എന്ന് പറഞ്ഞാൽ ഉന്നത്തോടു കൂടി ഇദ്ഗാം ചെയ്യുക. ഇദ്ഗാമും ബിഉന്ന ഉന്നത്തോടു കൂടി ഇദ്ഗാം ചെയ്യുക. ഇദ്ഗാമും ബിലാ ഉന്ന ഉന്നത്ത് ഇല്ലാതെ ഇദ്ഗാം ചെയ്യുക. ഉന്നത്ത് ഇല്ലാതെ ഇദ്ഗാം ചെയ്യുക. ഇക്ലാബ് മീമാക്കി മണിച്ചോതുക. ഇക്ലാബ് എന്ന് പറഞ്ഞാൽ മീമാക്കി മണിച്ചോതുക. ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ മറച്ചു മണിക്കുക. ഇഖ്ഫാ മറച്ചു മണിക്കുക. അപ്പോൾ ഇൽഹാറാക്കി വ്യക്തമാക്കി ഓതണമെങ്കിൽ ഏതൊക്കെ അക്ഷരം നൂനിൻ്റെയും തൻവീൻ്റെയും ശേഷം വരുന്നത് നമുക്ക് അടുത്ത പാഠത്തിലും, പിന്നെ അടുത്ത പാഠത്തിൽ ഇദ്ഗാമും ബിഉന്ന ഉന്നത്തോട് കൂടി ഇദ്ഗാം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അടുത്ത പാഠത്തിലും, ഇദ്ഗാമും ബിലാ ഉന്നത്ത് ഇല്ലാതെ എങ്ങനെയാണ് ഇദ്ഗാം ചെയ്യേണ്ടതെന്നൊക്കെ, ഇക്ലാബ് മീമാക്കി മണിച്ചോതേണ്ടത് എങ്ങനെയാണ്, മറച്ചു മണിക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് വരും പാഠങ്ങളിൽ. അത് നൂനിനും തൻവീനും ശേഷം ചില അക്ഷരങ്ങൾ വരുമ്പോഴാണ് അത് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കത് വിശദമായിട്ട് അടുത്ത പാഠങ്ങളിൽ പഠിക്കാം. ആദ്യം നൂനും തൻവീനും എന്താണെന്ന് മനസ്സിലാക്കുക. നൂനും തൻവീനും, സാക്കിനായ നൂനും തൻവീനും എന്താണെന്ന് നന്നായി മനസ്സിലാക്കുക. പിന്നെ എന്താണ് ഇൽഹാർ, എന്താണ് ഇദ്ഗാം ബിഉന്ന, ഇദ്ഗാം ബിലാ ഉന്ന എന്താണ്, ഇക്ലാബ് എന്താണ്, ഇഖ്ഫാ എന്താണെന്നൊക്കെ ഇവിടെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കാം. ഇനി നമുക്ക് വർക്ക് ബുക്ക് നോക്കണം. പിന്നെ ഇവിടെ ഖിറാഅത്തും ഹിഫ്ളും വന്നത് എന്താണ്, നഖ്റ സൂറത്ത് മുജാദല സൂറത്ത് നന്നായിട്ട് മനസ്സിലാക്കി പാരായണം ചെയ്യാനാണ്. അപ്പോൾ അതൊക്കെ ആ സൂറത്താണ് നിങ്ങൾക്ക് ക്ലാസ്സിൽ ഉസ്താദ് ഓതി തരാം. പിന്നെ സൂറത്തുൽ ആദിയാത്തും വല്ല അദ്കാറും, സൂറത്തുൽ ആദിയാത്ത് മനഃപ്പാഠമാക്കുക. നമ്മൾ പഠിച്ച അദ്കാറുകളൊക്കെ മനസ്സിലാക്കി മനഃപ്പാഠമാക്കുക. അപ്പോൾ അതൊക്കെ തജ്വീദിൻ്റെ അവസാനത്തിൽ ഉണ്ടാവും നിങ്ങൾക്ക് പഠിക്കേണ്ട ദിക്റും മനഃപ്പാഠമാക്കേണ്ട സൂറത്തൊക്കെ. അവിടെ നോക്കിയിട്ട് അതൊക്കെ മനഃപ്പാഠമാക്കുക. ഇനി നമുക്ക് ദഫ്തർ തോലിബ് നോക്കാം. അദ്ദറസു സാദിസ്, അതിൽ തദ്രിബാത്തിൽ ആദ്യം ഒരു നുൻഷിദ് പാട്ടാണ് വരുന്നത്. എന്താണ്, നൂനിൻ ഹർഫുകൾ 5 തൻവീനിനും ഈ വിധിയാണ്. ഇൽഹാറും ഇദ്ആമുകളും ഇക്ലാബും ഇഖ്ഫാ ഇവയാണ്. നൂനും തൻവീനിൻ്റെയും വിധികൾ, ഹുക്കുമുകൾ എന്ന് പറഞ്ഞാൽ വിധികളാണ്, 5. തൻവീനിനും വിധികൾ 5. നൂനിൻ്റെ ഹുക്കുമുകൾ 5, തൻവീനിൻ്റെയും ഹുക്കുമുകൾ 5. അപ്പം നൂനിൻ്റെയും തൻവീൻ്റെയും വിധികൾ 5. ഹുക്കുമുകൾ എന്ന് പറഞ്ഞാൽ വിധികൾ മനസ്സിലാക്കുക. ഇൽഹാറും ഇദ്ആമുകൾ എന്ന് പറഞ്ഞാൽ ഇദ്ഗാമും ബിഉന്നയും ഇദ്ഗാമും ബിലാ ഉന്നയും, പിന്നെ ഇക്ലാബും ഇഖ്ഫാവും മനസ്സിലാക്കി പഠിക്കാം. ഇനി എന്താണ് ഇവിടെ താഴെ തന്ന ഉദാഹരണത്തിലേത് വന്നത് മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ട് എഴുതാനാണ്. അപ്പോൾ ഇവിടെ അൻ അംത എന്നുള്ളതിൽ നൂന്, സാക്കിനായ നൂനിന് ശേഷം എന്താണ് വന്നത്, ഐന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് അക്ഷരങ്ങളത് പറയുന്നില്ല, അക്ഷരങ്ങളെ കുറിച്ചിട്ട് നമുക്ക് തുടങ്ങിയിട്ടില്ല.
മനസ്സിലാക്കുന്ന പാഠങ്ങൾ എത്തിയില്ല. അപ്പം ഇവിടെ സാക്കിനായ നൂന് വന്നു എന്ന് നമുക്കിവിടെ എഴുതാം. സാക്കിനായ നൂന് വന്നു. അടുത്തതാ മുൻഫക്കീൻ, ഇവിടെയും സാക്കിനായ നൂന് വന്നു. സമീഉം ബസീർ, ഇവിടെ തൻവീന് വന്നു. അറ ആഹുസ്തൈന, ഇവിടെ സാക്കിനായ നൂന് വന്നു. മമയ്യാമൽ, ഇവിടെയും സാക്കിനായ നൂന് വന്നു. അപ്പം അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് എഴുതി കൊടുക്കാം. അപ്പോൾ സാക്കിനായ നൂന് എന്നൊക്കെ ഇവിടെ ഉണ്ട്, സാക്കിനായ നൂനിൻ്റെയും. അപ്പോൾ സാക്കിനായ നൂന് എന്നൊക്കെ തെറ്റാതെ ഇവിടെ നോക്കി എഴുതാം. ഇനി ഇവിടെ ചോദ്യം വന്നെന്താ, സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും 5 നിയമങ്ങൾ ഏവാ. അപ്പം അത് പാഠത്തിൻ്റെ അടിയിൽ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് 5 നിയമങ്ങളെ? ഇൽഹാറ്, ഇദ്ഗാമും ബിഉന്ന, ഇദ്ഗാമും ബിലാ ഉന്ന, ഇഖ്ലാബ്, ഇഖ്ഫാ. അപ്പോൾ അതവിടേക്ക് 5 നിയമങ്ങൾ എഴുതി വെക്കുക. മനസ്സിലാക്കി തെറ്റില്ലാതെ എഴുതുക. അപ്പോൾ ഇവിടെ എന്താണ്, അഹ്കാമുൻ നൂനി വ തൻവീന്, നൂനിൻ്റെയും തൻവീനിൻ്റെയും വിധികൾ ഇവിടെ ഓരോ റൗണ്ടിൽ എഴുതുക. 1 ഇൽഹാറ്, ഇദ്ഗാമും ബിലാ ഉന്ന, ഇദ്ഗാമും ബിഉന്ന, ഇഖ്ലാബ്, ഇഖ്ഫാ. അപ്പോൾ അതും നമ്മളിപ്പോൾ പറഞ്ഞ പാഠത്തിൽ നിന്ന് നോക്കിയിട്ട് ഇവിടേക്ക് തെറ്റില്ലാതെ എഴുതി വെക്കുക. ഇനി തഹസീസ് ഒരു വർക്കാണ് തന്നത്. നക്ര സൂറത്ത് മുജാദല, മുജാദല സൂറത്ത് നിങ്ങൾക്ക് ക്ലാസ്സിലെടുക്കും. അപ്പോൾ അതിൽ എത്ര നൂനും സാക്കിനായ എത്ര നൂനും തൻവീനും നിങ്ങൾ കണ്ടു എന്നത് എണ്ണണം. എന്നിട്ട് അതത് നൂന് സാക്കിന, എത്ര സാക്കിനായ നൂന് കണ്ടെത്തി നിങ്ങൾ ഇവിടേക്ക് എണ്ണ എഴുതുക. അതുപോലെ എത്ര തൻവീനുകൾ കണ്ട് എന്നതും ഇവിടെ എഴുതാം. അപ്പോൾ സാക്കിനായ നൂനും തൻവീനും എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അത് ഖുർആൻ നോക്കിയിട്ട് എല്ലാവരും എണ്ണുക, എന്നിട്ട് ഇവിടേക്ക് എഴുതുക. അപ്പോൾ മനസ്സിലാക്കുക, ഫതഹ തൻവീനും ലൊമ്മ തൻവീനും കസ്റ തൻവീനും തൻവീനുകൾ തന്നെയാണ്. മനസ്സിലാക്കിയിട്ട് പഠിക്കുക. പിന്നെ ഫതഹ തൻവീനും ലൊമ്മ തൻവീനും കസ്റ തൻവീനിൻ്റെ അടുത്ത് ഒരു ഫതഹയും ഒരു മീമും വരുമ്പോൾ അതും ശ്രദ്ധിക്കുക. നൂനിൻ്റെ അടുത്തും മീമ് വരും, പക്ഷേ തൻവീനിൻ്റെ അടുത്ത് മീം വരുമ്പം നമ്മളവിടെ തൻവീനായിട്ട് മനസ്സിലാക്കൂല. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കണം. ഇതുപോലെ വരുന്നത് അത് നന്നായി മനസ്സിലാക്കുക. ഇത് ഫതഹ തൻവീനിൻ്റെ അടുത്താണെങ്കിലും കസ്റ തൻവീനിൻ്റെ അടുത്താണെങ്കിലും ലൊമ്മ തൻവീനിൻ്റെ അടുത്താണെങ്കിലും ലൊമ്മ 2 ഇതിടുന്നതിന് പകരം 1 മീമായിട്ടാണ് ഇടുക. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കി എല്ലാവരും പഠിക്കണം. അപ്പോൾ എത്രയാണ് 6ാമത്തെ പാഠത്തിൽ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യങ്ങൾ എല്ലാവരും പഠിക്കുക. എന്താണ് ഇൽഹാർ എന്ന് വെച്ചാൽ വ്യക്തമാക്കുക. ഇദ്ഗാമും ബിഉന്ന എന്ന് പറഞ്ഞാൽ ഉന്നത്തോടു കൂടി ഓതുക. ഇദ്ഗാമും ബിലാ ഉന്ന എന്ന് പറഞ്ഞാൽ ഉന്നത്ത് ഇല്ലാതെ ഓതുക. അവിടെ ഇദ്ഗാം ചെയ്യുക, അങ്ങനെയാണ് പറയുക. ഉന്നത്തില്ലാതെ ഇദ്ഗാം ചെയ്യുക, നമ്മൾ ഓതുമ്പോൾ ഉള്ളതാണ് പറയുന്നത്. അപ്പം ഇദ്ഗാമും ബിഉന്ന എന്ന് പറഞ്ഞാൽ ഉന്നത്ത് കൂടാതെ ഇദ്ഗാം ചെയ്യുക. ഇദ്ഗാമും ബിലാ ഉന്ന എന്ന് പറഞ്ഞാൽ ഉന്നത്തില്ലാതെ ഇദ്ഗാം ചെയ്യുക. ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ മീമാക്കി മണിച്ചോതുക. ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ മറിച്ച് മണിക്കുക. അപ്പോൾ അതൊക്കെ നന്നായി മനസ്സിലാക്കുക. ഇനി വരും ക്ലാസ്സുകളിലൊക്കെ ഇൽഹാറ്, ഇദ്ഗാമ്, ഇഖ്ലാബ് എന്നൊക്കെ പറയുള്ളൂ. അപ്പോൾ എന്താണ് ഇൽഹാർ എന്ന് ചോദിച്ചാൽ അവിടെ വ്യക്തമാക്കി ഓതുകയാണ് വേണ്ടത്. അപ്പോൾ അത് മനസ്സിലാക്കണം. പിന്നെ ഉന്നത്ത് ചെയ്യേണ്ടതുണ്ട്, ഉന്നത്ത് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങളുണ്ട്. പിന്നെ മീമാക്കി മണിച്ചോതേണ്ട സ്ഥലം, പിന്നെ മറച്ചു മണിക്കേണ്ട സ്ഥലം. അപ്പോൾ അതൊക്കെ എന്താണ് ഇഖ്ഫാ, ഇഖ്ലാബ് എന്താണെന്നൊക്കെ മനസ്സിലാക്കിയാലേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.